ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമകാലീന സംഭവങ്ങളോടൊന്നും ഞാൻ പൊതുവെ ചാനലിലൂടെ പ്രതികരിക്കാറില്ല. വാർത്തയുടെ ഉറവിടമൊക്കെ തേടിപ്പോയി സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം പലപ്പോഴും കിട്ടാറില്ല. ഇനി സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആ വാർത്തയുടെ പ്രസക്തി കഴിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ പലപ്പോഴും കാണാറില്ലേ, ചാനൽ ചർച്ചകളൊക്കെ പകുതി വഴിക്കിട്ടിട്ട് വേറൊരു വിഷയത്തിലേക്ക് ചർച്ചകളുമായി ആളുകൾ മുന്നോട്ട് പോകും. നേരത്തെ നടന്ന സംഭവത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയണമെന്നില്ല, ആർക്കും അതിൽ വലിയ താല്പര്യവും ഇല്ല. പക്ഷേ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ലേ, ആ വിഷയങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചൂടുപിടിച്ച ചർച്ചകൾ വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, വസ്ത്രധാരണം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടു, ഈ വസ്ത്രധാരണത്തിലെ മാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് മാന്യത നിർവചിക്കുക? ഒരു കാര്യം നമുക്കറിയാം, ജീവിതത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെ നിർവചിക്കാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിർവചനം ഇത്തരം കാര്യങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് വളരെ വ്യക്തിപരമാണ്. ഞാൻ വിശ്വസിക്കുന്ന മാന്യതയായിരിക്കില്ല വേറൊരാളുടെ മാന്യത. എനിക്ക് മാന്യതയെക്കുറിച്ചുള്ള ധാരണകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എൻ്റെ കുടുംബ പശ്ചാത്തലം, ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, അതിലൂടെയൊക്കെയാണ്. ഏതായാലും മാന്യത അങ്ങനെ ഒന്നുണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെയാണ്. മനോഭാവം, ആർക്കും മനോഭാവം നിർവചിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള മനോഭാവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മനോഭാവമുണ്ട്. എന്നാൽ ഇത് വ്യക്തമായിട്ട് നിർവചിച്ച് മനോഭാവം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. മനസ്സും അങ്ങനെ തന്നെയല്ലേ. ഈ മനസ്സിന് നിർവചിക്കാനൊന്നും പറ്റില്ല. മനസ്സെന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ മനസ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ അത്ഭുതകരമായ ഒന്ന് തന്നെയാണ് ജീവിതം. ഇപ്പോൾ ഇങ്ങനെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നില്ലേ, അതിൻ്റെ ന്യായവും അന്യായവും ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, പൊതുവിടങ്ങളിൽ നന്നായിട്ട് ശരീരം മറച്ച് വസ്ത്രധാരണം നടത്താനാണ് എനിക്കിഷ്ടം. അതെനിക്ക് കൂടുതൽ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ഒക്കെ പ്രദാനം ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പല തരത്തിലുള്ളവരാണ്. അവരുടെ മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അവരെങ്ങനെ വേണമെങ്കിലും പെരുമാറാം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമില്ലേ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിച്ചു വയ്ക്കും. എന്തിനാണ്? മറ്റുള്ളവർക്കൊരു പ്രകോപനം കൊടുക്കാതിരിക്കാനാണ്. ഇതുപോലെ തന്നെയല്ലേ സ്ത്രീ പുരുഷ ബന്ധത്തിലും. എന്തായാലും സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രകൃതി നിശ്ചയിച്ച ചില പ്രത്യേകതകളുണ്ട്. പീഡിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എത്ര നമ്മൾ കരുതൽ സ്വീകരിച്ചാലും നമ്മൾ അപകടങ്ങളിൽ പെട്ടേക്കാം. എന്ന് വെച്ച് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, സത്യം പറഞ്ഞാൽ ഈ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം എനിക്ക് വളരെ അരോചകമായിട്ട് തോന്നാറുണ്ട്. എനിക്ക് മാത്രമല്ല, അങ്ങനെ തോന്നുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസിൽ വെച്ച് എൻ്റെ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ കയറാതെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, താൻ ക്ലാസ്സിൽ പോയില്ലേ? അയാൾ എന്നോട് പറഞ്ഞതെന്താണെന്നോ, ആ ക്ലാസ് എടുക്കുന്ന ടീച്ചറില്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് സാരി ഉടുത്ത് ഒറ്റ ലെയറുമായിട്ട് വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കും. ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ് ക്ലാസ്സിലിരിക്കാൻ. എന്നാ പയ്യൻ എന്നോട് പറഞ്ഞു, ഇന്ന് ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇത് അരോചകമായിട്ടാണ് തോന്നാറ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്ത്രം എന്തിനാണ് ധരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകാനിടയില്ലേ. മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ വസ്ത്രം ധരിക്കുന്നത്? എനിക്കതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നവരോട് ബഹുമാനം തോന്നാറുണ്ട്, ഇഷ്ടം തോന്നാറുണ്ട്. മൂന്നാമത്തെ കാര്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഈ സ്കിൻ. നമ്മുടെ ശരീരം ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നാണ്. സ്കിൻ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടിരുന്നാൽ രോഗാണുക്കൾ കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ക്രൗഡഡ് പ്ലേസിൽ ഇങ്ങനെ വരുമ്പോൾ അത് അൺഹൈജീനിക്കാണ്. നാലാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരോടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറഞ്ഞു പോകും. ചിലപ്പോൾ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന രീതിയിലൊക്കെ തുറിച്ചു നോക്കും. ചിലപ്പോൾ നിർദോഷമായിട്ടായിരിക്കും കമൻറ്റുകൾ പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീ ഇതേക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. ഒരു സ്ത്രീ എത്ര എക്സ്പോസ്ഡ് ആയിട്ട് വസ്ത്രം ധരിച്ചാലും നിയമത്തിന് വിധേയമായിട്ട് തന്നെയാണ് അവൾ വസ്ത്രം ധരിക്കുന്നത്. ഇത് കണ്ടിട്ട് കമൻറ്റ് പറയുക, അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ
പരാമർശങ്ങൾ നടത്തുക. ഇത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഊരിപ്പോരാൻ വളരെ വിഷമമാണ്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ അത്രയും സ്ട്രോങ് ആണ് ഇവിടെ. അതുകൊണ്ട് അബദ്ധത്തിൽ പോയി പെടരുത്. കാരണം ഇത്തരം കേസുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമമാണ്. ഇപ്പം നമുക്കെതിരായിട്ട് ഒരാൾ ഒരു ആരോപണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ അത് ഡിഫെൻഡ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇത്തരം കേസുകളിൽ പുരുഷന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഏതൊരു സിനിമയിൽ ഒരു പുരുഷ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അയാൾ കൂട്ടുകാരനോട് പറയുകയാണേ, ഞാൻ ഒരുപാട് സ്ത്രീകളെ പീഡനത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ ചോദിച്ചു, അതെങ്ങനെ? അപ്പം ഇയാൾ പറഞ്ഞ മറുപടി എന്താണെന്നോ, ആത്മസംയമനം നടത്തി ഒരുപാട് സ്ത്രീകളെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മസംയമനത്തോടു കൂടി തന്നെ പുരുഷൻ പെരുമാറേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ചിലപ്പോൾ ഈ സ്ത്രീയും പുരുഷനും നല്ല സുഹൃത്ത് ബന്ധത്തിലിരിക്കുന്നവരായിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ ഇതുപോലെയുള്ള തമാശകൾ പറയും, ഒരുമിച്ച് നടക്കും, പല കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവർ തെറ്റിപ്പിരിയുമ്പോൾ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ ധാരാളമായിട്ട് കാണാറില്ലേ? അതുകൊണ്ട് പുരുഷന്മാർ എത്രത്തോളം കരുതിയിരിക്കണം അല്ലേ? പഴയ കാലമൊക്കെ മാറി. ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ച് എഴുതി കഴിഞ്ഞു. എപ്പോഴും ആ ഒരു ചിന്തയോടുകൂടി പെരുമാറുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതിനോട് അനുകൂലിക്കാം പ്രതികൂലിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കമൻറ്റ് ബോക്സ് ഉണ്ട്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.